ഇടുക്കി അടിമാലി നെല്ലിപ്പാറക്കുടിയിൽ കാട്ടാന ശല്യത്തിൽ വലഞ്ഞ കുടുംബങ്ങൾ. മേഖലയിൽ വ്യാപകമായ കൃഷിനാശമാണ് കാട്ടാനക്കൂട്ടം ഉണ്ടാക്കുന്നത്. കാട്ടാനകളെ ഭയന്ന് വീടിന് പുറത്തുപോലും ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം പോലും. ഇത് നെല്ലാപ്പാറക്കുടി സ്വദേശിയായ അപ്പു. കഴിഞ്ഞ ദിവസം രാവിലെ ജോലിക്ക് പോകാൻ വഴിയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് അപ്പുവിനെ കാട്ടാന ഓടിച്ചത്. വീട്ടിൽ ഓടിക്കയറിയെങ്കിലും പിന്നാലെ എത്തിയ കാട്ടാന വീടിന്റെ മുൻവശം തകർത്തു. ആ സമയത്ത് ഞാൻ കറക്കി പോകുന്ന സമയത്തായിരുന്നു. ഞാൻ വഴിയിൽ തന്നെ നിന്ന് സൈഡ് പറ്റി നിന്ന് സൈഡിൽ എന്നിട്ടാണ് പെട്ടെന്ന് റോഡിലേക്ക് ചാടി എന്നെ പിടിക്കാൻ വേണ്ടി അങ്ങനെ ഓടിച്ചത്. ഓടിച്ച് വീട്ടിൽ ഞാൻ ഓടി കയറിയിട്ടും എന്റെ പുറകെ ഓടി വന്നിട്ട് ഈ വീട്ടിന്റെ നടഭാഗത്തുള്ള സൈഡെല്ലാം തള്ളി ഇരിച്ച് നിൽക്കുകയത്. കഴിഞ്ഞ 6 ദിവസത്തിലധികമായി മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന കാട്ടാനകൾ ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളാണ് നശിപ്പിച്ചത്. കൂലിപ്പണി വരെ പോകാൻ പറ്റാത്ത രീതി. പിന്നെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ പരിസരത്തിൽ ഏലമായാലും കാപ്പി ആയാലും മുളകായാലും മൊത്തം നശിപ്പിക്കില്ല. ഞങ്ങളുടെ ആഗ്രഹം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം എവിടെയെങ്കിലും കൊണ്ടുപോവുക, എവിടെയെങ്കിലും കൊണ്ട് തള്ളിക്കളയുക എന്നാണ് ഒരു ലക്ഷ്യമുള്ളൂ. അല്ലാതെ കുഞ്ഞുങ്ങൾക്ക് പുറത്തിറങ്ങാനോ അല്ലാതെ ഇങ്ങനെയൊന്നും പറ്റാത്തൊരു അവസ്ഥയിലാണ്. ഇപ്പം ഈ നേരം വെളുത്ത മുറ്റത്ത്, വൈകുന്നേരമായാലും മുറ്റത്ത്, പകലായി കഴിഞ്ഞ് ഈശോടും. എൻ്റെ ഒരു കുഞ്ഞു നെല്ലിപ്പാറക്കുടിയിലാണ് താമസം. 2-3 ദിവസമായിട്ടാണ് ഈ അവസ്ഥയിൽ എൻ്റെ ഏലം മൊത്തം ഈ അവസ്ഥയിലാക്കി വയ്ക്കുന്നത്. ഇന്നും വന്നിട്ട് അപ്പുറത്തെ നിൽപ്പുണ്ട്. ഇന്ന് വന്നിട്ട് എന്ത് ചെയ്യുമെന്നുള്ളത് തന്നെ എനിക്ക് തന്നെ അറിയത്തില്ല. ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ജീവിച്ച് മുമ്പോട്ട് പോകുമെന്ന് തമ്പുരാന് മാത്രം അറിയത്തുള്ളൂ, അല്ലാണ്ട് എനിക്കൊന്നും അറിയത്തില്ല. രാത്രിയായാൽ വീടിന് പുറത്തിറങ്ങാൻ പോലും ഇവിടുത്തെ ജനങ്ങൾക്ക് ഭയമാണ്. പുറത്തേക്ക് ജോലിക്ക് പോലും പോകാൻ കഴിയാത്ത അവസ്ഥയും. ആനകളെ ഇനിയും മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ പട്ടിണിയിലാകുമെന്നാണ് കുടിനിവാസികൾ പറയുന്നത്. രാവിലെ നമുക്ക് നേരം വെളുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂലിപ്പണിക്ക് പോകാനുള്ളത്. ഈ വഴിക്കൊക്കെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. ഇന്ന് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ആ ചേട്ടൻ അവിടുന്ന് രക്ഷപ്പെട്ട് അവിടുന്ന് എങ്ങനെ ഓടി മാറി തെന്നിപ്പോയെന്ന് പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ ഇന്ന് മരണം ഇവിടെ നടക്കേണ്ട ഒരു സാഹചര്യമാണ് ഞങ്ങൾക്ക് ഇവിടെ ഇന്നുണ്ടായത്. RRT സംഘം കാട്ടാനക്കൂട്ടത്തെ തുരത്താൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ഫലം കാണുന്നില്ല. വനത്തിനുള്ളിലേക്ക് തുരത്താൻ ശ്രമിച്ചാലും അക്രമാസക്തരായി ഇവർ തിരികെയെത്തും. കാട്ടാനകളെ ജനവാസ മേഖലയിൽ നിന്ന് തുരത്തി ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നതാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം. ജനം, ഇടുക്കി.